ഇന്ത്യക്ക് റഷ്യയുടെ ഉറപ്പ്, ഭീകരപ്രവർത്തനം നടത്തുന്നവരെയും ഹീനമായ ആക്രമണം സംഘടിപ്പിക്കുന്നവരെയും അതിന് പിന്തുണ നൽകുന്നവരെയും വെറുതെ വിടരുത്. തീർച്ചയായിട്ടും അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. റഷ്യ ഒപ്പമുണ്ട് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയിച്ചതായി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അങ്ങ് എങ്ങനെ കാണുന്നു റഷ്യയുടെ ഈ പിന്തുണ? ഒപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പമുണ്ട് എന്നുള്ള വാക്ക് കേൾക്കാൻ നമുക്ക് ശരിയേ വരുള്ളൂ. അത് ഏറ്റവും കൂടുതൽ റെസൊനേറ്റ് ചെയ്യുന്ന സ്ഥലം കൂടി കേരളമാണ്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റഷ്യ നമ്മുടെ സുഹൃത്താണ്. പക്ഷെ ഇന്തോ ചൈന യുദ്ധം നടന്നപ്പോൾ റഷ്യനെ നമ്മളെ ഏരിയയിലൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. എന്നാൽ മറ്റു യുദ്ധങ്ങളിലൊക്കെ റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സോവിയറ്റ് അനുകൂല നിലപാടെടുത്തുകൊണ്ടാണ്. റഷ്യയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ചൈനീസ് യുദ്ധത്തിൽ നമുക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല? കാരണം അവരുടെ മച്ചാനായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത് ചൈന. പക്ഷെ ചൈനയോട് പിന്മാറാൻ യുദ്ധം നിർത്തണം എന്ന് റഷ്യ ആവശ്യപ്പെട്ടതായിട്ട് വാർത്തകളൊക്കെ. അങ്ങനെ വാർത്തയല്ലേ ഉള്ളൂ. അത് പിന്നെ ആർക്കും എന്തും പറഞ്ഞൂടെ. അതിൽ കാര്യമായിട്ട് ആരും ഇടപെട്ടതായിട്ട് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. ഇന്ത്യക്കൊരു പണി കൊടുക്കാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ച് ഒപ്പം ചെയ്തൊരു സാധനമാണ് ചൈന. അതിൽ ഒരു എന്താ പറയുക, ഒരു മുള്ളാണി വിജയമായിരുന്നു. മറ്റേ ഒരു ത്രില്ലർ എന്നുള്ള സിനിമയിലെ മറ്റേ പൈസക്കാരൻ പയ്യനെ കുത്തി കൊല്ലുന്ന ആളാണ് മുള്ളാണി വിജു. പക്ഷെ കൊല്ലുന്ന വേറെ ആളാണ്. പക്ഷേ ചെറുക്കനാണ് ഏൽക്കുന്നതെന്ന് പോലാണ് ചൈനയുടെ കാര്യം. അപ്പം ഇതൊന്നും നമ്മൾ അങ്ങനെ ടേക്ക് ഓഫ് ഫോർ ഗ്രാൻഡഡായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വലിയ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ താല്പര്യങ്ങളും അതുപോലെ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പത്രം കേൾക്കാൻ പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ആളുകൾ വാർമോങ്കേസായി മാറാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ പത്രങ്ങളാണ്. അവർ ഈ പറഞ്ഞാൽ അവർ ഇന്ത്യനോട് പറഞ്ഞു അടിച്ചോളാം, ഇവർ ഇന്ത്യയോട് പറഞ്ഞു അടിച്ചോളാം, മോഡി കയറി അടിക്കുന്ന ആളുകൾ മൊത്തം ഇങ്ങനെ യുദ്ധം എന്ന് വെച്ചാൽ നമുക്കൊരു നഷ്ടം ഉണ്ടാകാത്ത അവിടെ മാത്രം പണി കൊടുക്കുന്ന ഒരു സാധനം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ വീട്ടിൽ പൊട്ടണ്ട, ഇവൻ്റെയൊക്കെ ജില്ലയിലൊരു ബോംബ് വന്ന് പൊട്ടിയാൽ മതി, പിന്നെ ഇവൻ ഇറങ്ങിയാണ്. ഈ ദേശസ്നേഹം ഇല്ലാത്ത ആളുകളൊന്നല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ ഭരിച്ച എല്ലാവരും ഇന്ത്യക്ക് പണി കിട്ടിയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു കൊടുത്തത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് വരാൻ കാലവും സമയമൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്ത് കുന്ത അറിയാം? വീട്ടിൽ ഏതെങ്കിലും പട്ടാളക്കാരുണ്ട്? ഇല്ലല്ലോ. പട്ടാളക്കാരുണ്ട്, അയാളോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു. ഒരു പട്ടാളക്കാരൻ അനാവശ്യമായ യുദ്ധത്തിന് പോലെന്ന് പറയും. പരമാവധി യുദ്ധം ഒഴിവാക്കാൻ പട്ടാളക്കാരൻ പറയും. കരാട്ട പഠിപ്പിക്കുന്ന മാസ്റ്റർ അറിയാമെന്ന് പറയുമോ? പരമാവധി ഇത് പുറത്തെടുക്കരുത്. നിങ്ങൾ ആയുധ കളരിയിൽ ആയുധം അഭ്യസിക്കുന്ന ആശം പറയുന്നത് പറയോ? ആയുധം കൊണ്ട് പോകരുത്. അവർക്കറിയാം. ഇതറിയാത്തവൻ ഈ ഗെയിമും കളിച്ച് നടക്കുന്നവനാണ് ഈ കീറേടി എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം റഷ്യയുടെ അങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലുണ്ട് റഷ്യയുടെ കാര്യത്തിൽ. പിന്നെ റഷ്യ ഇപ്പം നമ്മളെ സഹായിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളധികം ഉപയോഗിക്കുന്നത് അവരുടെ വെപ്പൺസാണ്. ആ വെപ്പൺസിന് ആവശ്യമായ സ്പെയർ പാർട്സും സർവീസും ഒക്കെ നൽകുന്ന വഴി അവർക്ക് വലിയ രീതിയിൽ ഇന്ത്യൻ വിദേശ നാണ്യ ശേഖരം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഡോളർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളായിട്ട് അടുത്ത് നിർത്തുന്ന ഒരു പ്രധാന. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. പിന്നെ റഷ്യ എണ്ണ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണും അടച്ച് റഷ്യക്കെതിരെ നിൽക്കുന്നില്ല, അമേരിക്ക പറഞ്ഞത് കേട്ട്. ഇതാണ് അമേരിക്കയും യൂറോപ്പും റഷ്യയെ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മൾ കൂടെ. പക്ഷെ അതേ സമയം തന്നെ നമ്മളിപ്പം റഷ്യയിൽ നിന്ന് പതുക്കെ ആംസിൻ്റെ അമ്യുണേഷൻ്റെയും പ്രൊക്യൂർമെൻറ്റ്, മിലിറ്ററി ആയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് നമ്മൾ കൂടുതൽ ഇപ്പം ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും കൂടി എത്തുന്നുണ്ട്. നമുക്ക് റഷ്യ മാത്രം എക്സ്ക്ലൂസീവായിട്ട് അത് അങ്ങോട്ട് കൂടി എത്തുന്നുണ്ട്. അത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ റഷ്യനെക്കാട്ടും നല്ല പ്രിസിഷൻ ഉള്ള കൃത്യതയുള്ള വെപ്പൺസാണ് അമേരിക്കയുടേതും ഇസ്രായേലിൻ്റെതും. പക്ഷേ വില വളരെ കൂടുതലാണ്. റഷ്യൻ വെപ്പൺസിനെക്കാട്ടും വളരെ വില കൂടുതലാണ്. പിന്നെ അവർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഏറ്റവും പുതിയ മോഡൽ നമുക്ക് തരുന്നില്ല, അങ്ങനെ ഓഫറും ഇല്ല. പക്ഷേ എങ്കിൽ പോലും അവർ അപ്ഡേറ്റ് ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ വില കൂടുതലാണ്. നമ്മൾ ചില സമയം നമുക്കത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഇസ്രായേലിൻ്റെ സഹായം വളരെ നിർണായകമായിരുന്നു നമ്മളെ സംബന്ധിച്ച്. റഷ്യക്ക് ആ സമയത്ത് നമ്മൾ സഹായിക്കാൻ പറ്റാത്തൊരു, റഷ്യ മൊത്തം ക്യായോസ് ആയിരുന്നു. സഹായിക്കാൻ സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് മിഗിൻ്റെ സുഖോയിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് പലതും നമുക്ക് ഇസ്രായേൽ വഴിയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻബിറ്റ്വീൻ അമേരിക്കയായിട്ട് നമ്മളെടുത്തപ്പോൾ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ കുറച്ച് അകന്നിരുന്നു. ആ സമയത്ത് റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധവും ശക്തിപ്പെട്ടിരുന്നു.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു 70s-ലോ 80s-ലോ പറയുന്ന പോലുള്ള അങ്ങനെ ഒരു ബന്ധമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലോ റഷ്യയും പാകിസ്ഥാനും തമ്മിലോ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇത് രണ്ടും കൂടി തൂക്കി നോക്കുമ്പോൾ മുമ്പ് അവർ 10% പാകിസ്ഥാൻ്റെ കൂടെ നിന്നത്, 90% നമ്മുടെ കൂടെ ആണെങ്കിൽ ഇന്നൊരു 35% പാകിസ്ഥാൻ്റെ കൂടെയും ബാക്കി നമ്മുടെ കൂടെയാണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ കൂട്ടത്തിൽ വലിയ രാജ്യം ഇന്ത്യ ആയതുകൊണ്ടും ഡീസൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യക്ക് ഉള്ളതുകൊണ്ടും പൊതുവെ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. മാന്യന്മാരുടെ കൂടെ അല്ലേ ആളുകൾ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നുള്ള അവരുടെ പോളിസി. പക്ഷേ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടത് നാട്ടിലൊരു പ്രശ്നമൊക്കെ വന്നാൽ ഈ പോലീസുകാർ പൊതുവെ മാന്യന്മാരുടെ കൂടെ നിൽക്കുള്ളൂ. പക്ഷേ പോലീസിന് എന്തെങ്കിലും താല്പര്യമുണ്ട്, പോലീസ് മറ്റോണ്ടാണ് ഞങ്ങളവിടെ നിൽക്കുന്നു, പക്ഷേ നീ അടിച്ചോളണമെന്ന്. ഈ സ്വഭാവമുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം ഇതിൻ്റെ ഒരു കാര്യം എന്ന രീതിയിൽ. അപ്പം ഇപ്പോഴത്തെ ഒരു ഞാൻ പലപ്പോഴും ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, മോഡി നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന ക്ലിനിക്കൽ പൊസിഷനോട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് അത് ഇന്ത്യ ആഗ്രഹിച്ച ഓപ്പറേഷൻസ് ആയിരുന്നു, മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഓപ്പറേഷനായിരുന്നു. പക്ഷെ ഇത് ഇന്ത്യ ആഗ്രഹിക്കാത്തതും അവരെക്സ്പെക്റ്റ് ചെയ്യുന്നതുമായ ഓപ്പറേഷനാണ്, അവരാഗ്രഹിക്കുന്നതുമായ ഓപ്പറേഷൻ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അവർ ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ 28 ടൂറിസ്റ്റുകളെ കൊന്നതെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളോട് അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. അവർ കൊന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് മോഡി ആയതുകൊണ്ട്, അത് അവിടുത്തെ പ്രധാനമന്ത്രി കാര്യം പറയുകയും ചെയ്തല്ലോ, മോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. മോഡി ആയതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് ഇന്ത്യ മൊത്തം ഒരു മുസ്ലിം വിരുദ്ധ കലാപം ഉണ്ടാവും. പക്ഷേ കേരളം തമിഴ്നാടൊക്കെ വാങ്ങുന്ന ബാക്കി ആന്ധ്ര കർണാടക ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ആൻറ്റി മുസ്ലിം റയോട്ടുണ്ടാവും. 10-20,000 മുസ്ലിങ്ങളെ കൊല്ലും എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മതി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല, പൊളിഞ്ഞുപോയി. ഇതാണ് ഒരു കല്ല് പോലും ഒരു മുസ്ലിം സ്ഥാപനത്തിന് ആരും അറിഞ്ഞിട്ടില്ല. ഇതാണ് ഒന്നാമത്. രണ്ടാമത്തെ പ്ലാൻ ബി ആയിരുന്നു ഇന്ത്യനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക. യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന അവർക്കറിയാം അവർ തോറ്റു പോകുന്നത്. തോറ്റുകാർക്ക് നഷ്ടം. അവിടെ കുറേ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾ നല്ലൊരു പങ്ക് ഇന്ത്യയുടെ വലിയ ദേശമുള്ള ആളുകളൊന്നുമല്ല. അവിടെ നിന്ന് വെച്ചാൽ യുവാക്കളും കുറച്ച് മതത്തലക്ക് പിടിച്ച ആളുകൾക്ക് ആൻറ്റി ഇന്ത്യ സാധനമുള്ളൂ. അങ്ങനെ സാധാരണ പാകിസ്ഥാനിയോട് ചോദിച്ചാൽ അയാൾക്ക് ഇന്ത്യയുടെ വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ ഇന്ത്യക്കാരനോട് ചോദിച്ചാൽ അവർക്ക് പാകിസ്ഥാനിനോട് വലിയ പ്രശ്നമൊന്നുമില്ല. പാകിസ്ഥാൻ സൈന്യത്തോടും ഇതൊക്കെ അവർക്ക് പ്രശ്നമുണ്ടാവും. ഉത്തരേന്ത്യ പോയി ചോദിച്ചാൽ മതി. സിഖുകാരുടെ ഇടയിലെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ പാകിസ്ഥാനി വലിയൊരു വെറുപ്പൊന്നും അവർക്കില്ല. പക്ഷേ അവർ നമ്മളെ പട്ടാളത്തിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിനും കൂടെ. അങ്ങനെയാണ് സാധാരണക്കാരുടെ ഒരു അവസ്ഥ. അപ്പം യുവാക്കളുടെ ഇടയിലും ഈ പറയുന്ന സൈനികരുടെ ഇടയിലും ഒക്കെ ഒരു ആൻറ്റി പാകിസ്ഥാനി സാധനം ഉണ്ടാവും. മതസംഘടനകളുടെ ഇടയിലുണ്ടോ, അല്ലെങ്കിൽ അതപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നമ്മൾ പോകുമ്പോഴേ നശിക്കുന്ന ആരാണ്? ഇവന്മാരെ മക്കളെയും ബന്ധുക്കളെയൊക്കെ തന്നെ ഇംഗ്ലണ്ടിലും പിന്നെ അമേരിക്കയിലും കാനഡയിലൊക്കെയാണ്. അവർക്ക് ചുക്ക് സംഭവിക്കില്ല. ഈ മറ്റേ ലവന്മാരെ കൊണ്ട് പറഞ്ഞ പോലെ ആരെ മറ്റേ നാളെ എന്തായിരുന്നു അവൻ്റെ പേര്? ഹനിയ മറ്റേ ഹമാസിൻ്റെ ഇവൻ്റെയൊക്കെ അവിടെ ഈ ഹമാസ് നേതാക്കന്മാരുടെ മൊത്തം ബന്ധുക്കൾ ഖത്തറിലും നല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി തുടിക്കുകയാണ്. പാവങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ ബോംബിങ്ങിൽ മരിച്ചു പോകുന്നത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അവന്മാർക്കൊരു പ്രശ്നമല്ല, പാകിസ്ഥാൻകാർ പാവങ്ങൾ സഹിക്കട്ടെ. അങ്ങനെ പാകിസ്ഥാൻകാർ പാവങ്ങളായിരിക്കും, അവന്മാരെന്ത് ചെയ്യും? ഇവിടെ ഇന്ത്യയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ വൻതോതിലൊന്നും പുറത്തില്ല, എങ്കിലും അത്യാവശ്യം പ്രധാനപ്പെട്ട ആളുകളെ മക്കളൊക്കെ പുറത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അവിടെ നിന്ന് ഈ സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളും തിരിച്ച് അറ്റാക്ക് ചെയ്യും. അവരെ അറ്റത് ഉപയോഗിക്കും. അറ്റമ്പം അവരടിക്കും. അവരുടെ ഉദ്ദേശം അതാണ്. അതിന് അവർ വന്ന് നമ്മളെ കൂടെ ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ എന്ന് പറയുന്ന ചില ആളുകൾ അവരെ സപ്പോർട്ടാണ് ഉള്ളിൽ കൂടെ നിങ്ങൾ ചെയ്തോന്ന്. അതായത് ജിയോ സ്ട്രാറ്റജിക്കലായ പൊളിറ്റിക്സ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ എന്ത് ചെയ്തു? അവരും ആണവായുധം ഉപയോഗിച്ച് യുദ്ധം പെട്ടെന്ന് ചെയ്തു. അവർ ന്യൂക്ലിയർ പൊളിഫറേഷൻ 2 രാജ്യങ്ങളും കാരണം 2 രാജ്യങ്ങളും എനിക്ക് അടുത്ത ഉപരോധമായിരിക്കും. ആർക്കാ നഷ്ടം? 47 വർഷത്തെ ചരിത്രമുള്ള പാകിസ്ഥാനോ 3000 വർഷത്തെ 5000 വർഷത്തെ ഫോട്ടോ ഹിസ്റ്ററിയും ഏതാണ്ട് 3000 വർഷത്തെ ഹിസ്റ്ററിയുള്ള നമുക്കോ? സമ്പന്നമായ നമുക്കോ ദരിദ്രരായിട്ടുള്ള അവർക്കോ? സെക്യുലറും അതുപോലെ തന്നെ പ്രബുദ്ധരായ നമുക്കോ മതഭ്രാന്തി പിടിച്ച് അവരുടെ ലീഡർഷിപ്പിന്, കച്ചവടക്കാരായ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത അവരുടെ ലീഡർഷിപ്പിന് നഷ്ടമായിരിക്കാം. യുദ്ധത്തിൽ നമ്മൾ ജയിക്കും. പാണ്ഡവരുടെ അവസ്ഥയായിരിക്കും. പാണ്ഡവരുടെ അവസ്ഥ അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പിടിച്ചിങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് പോകുന്നത്. ഒരു രക്ഷയില്ലേ മാത്രം അവരിങ്ങോട്ട് വന്നൊരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ മാത്രം തിരിച്ചങ്ങോട്ട്. അതാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. വെള്ളത്തിന് അവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ചടിക്കേണ്ടത് അത് നമ്മുടെ
ദേശീയ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചടിക്കേണ്ടതായിട്ടില്ല. എന്നാൽ ഇതൊന്നും ബാധകമല്ല, തിരിച്ചടിക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഒരു ഷാഡോ വാഗമാണ് നടത്തിയിരിക്കുന്നത്. അതൊരു മുമ്പും നടത്തിയിട്ടുണ്ട്. അവരെ ഞെരിക്കുക, ശ്വാസം മുട്ടിക്കുക, അതേ പറ്റുള്ളൂ. ഷാഡോ വാഗണം തന്നെ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ വലിയ കളരിയും കരാട്ടയൊക്കെ പഠിച്ചവനായിരിക്കും. നിങ്ങൾ പിന്നെ ഈ പറയുന്ന ബിലാൽ പോയി അടി ഉണ്ടാക്കുന്ന കോളനി പോയി അടി ഉണ്ടാക്കിയോ? അത് ബിലാൽ ആയതുകൊണ്ടാണ് തിരിച്ചു വന്നത്. മറ്റേ നിങ്ങൾ അവന്മാർ പഞ്ഞിക്കിട്ട് മൂലക്കിടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവന്മാരുടെ ഇതിന് പോയിട്ട് പഞ്ഞിക്കിട്ട് മൂലക്കിടുന്ന ഞാൻ പറയുന്നത് നമ്മൾ യുദ്ധത്തിൽ തോൽക്കുന്നല്ല. യുദ്ധത്തിലൊക്കെ നമ്മൾ ജയിക്കും. പക്ഷേ അതോടുകൂടി നമ്മൾ ഇൻ്റർനാഷണലി ഒറ്റപ്പെട്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും അതിനിടയ്ക്ക് ഒരുപാട് വിദേശ ഫണ്ട് വന്ന് ഇന്ത്യനെ ഉള്ളിൽ താക്കുന്ന ഫോഴ്സസ് ശക്തിയായി. ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിനെയും പോലീസിനെയൊക്കെ പേടിയുണ്ടായിട്ട് പോലും അവന്മാർ നല്ല കളി കളിക്കുന്നുണ്ട്. പിന്നെ ഇല്ലാത്ത അവസ്ഥ ആലോചിച്ചു. എല്ലാ മേഖലയിലും അവർ നൊഞ്ഞ് കയറിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും പല അന്വേഷണങ്ങൾ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത്. ഇവർക്കൊക്കെ ഇപ്പം മോഡിനോട് എന്താ പ്രശ്നം? പുറത്ത് കാണുമ്പോൾ ചിരിച്ച് വലിയ കെട്ടിപ്പിടിക്കെങ്കിലും ഉള്ളിൽ മോഡിനെ കണ്ടുകൂടല്ലോ. എന്താ കാര്യം? മോഡി ഇത് സമ്മതിക്കരുത്. മോഡി പരമാവധി സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിനെ പട്ടാള ഇൻ്റലിജൻസിനെ പ്രധാന മേഖലയിൽ രാജ്യസ്നേഹമുള്ളവരെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട. ഇപ്പോൾ അപ്പുറത്തെ അവന്മാർ ചിരിച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം കാലിൽ ഇരുന്നാൽ മതി. മറ്റുള്ളവൻ്റെ കാലിൽ ഇരിക്കാൻ നോക്കി അവൻ കാലിൽ വെച്ചാൽ നമ്മൾ താഴെ കിടക്കും. ആരെങ്കിലും കൂടെയുണ്ട് എന്നുള്ള ബലത്തിൽ. പിന്നെ ഈ ഇന്ത്യയിൽ ഈ പറഞ്ഞ വാമോം കേസ് അവർ കൂടെ ഒന്നും വിചാരിക്കേണ്ട. 2 ബോംബ് അവിടെ ഇവിടെ വേണം. അവന്മാരൊന്നും ഏരിയയിൽ നോക്കണ്ട. പിന്നെ അരിക്കൊമ്പൻ്റെ ധൈര്യം പോലും ഇല്ലാത്ത ടീമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.